പ്രൈസ് ദി ലോർഡ്. ആശ്രയ ടി വിയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. വീണ്ടും ഏറ്റവും ശ്രേഷ്ഠമായൊരു ദൈവവചനത്തിലേക്ക് നാം ഇന്ന് കടക്കാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാമത്തെ അധ്യായം അതിൻ്റെ പ്രാരംഭത്തിലെ ചില വാക്യങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്നു. മിക്കവാറും അതിൻ്റെ 4 മുതലുള്ള വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട്, കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. പടകിൻ്റെ വലത്തുഭാഗത്ത് വല വീശുവീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ വീശി, മീനിൻ്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല. അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ദർഭത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ വന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് കൽപ്പിച്ച ഈ ഭാഗം ഒരുപക്ഷെ നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായതാണ്. കർത്താവായ യേശു ക്രിസ്തു കടൽക്കരയിൽ നിൽക്കുകയാണ്. ആർക്കു വേണ്ടി? തന്നിൽ നിന്നും അകന്നുപോയ ശിഷ്യന്മാർക്ക് വേണ്ടി. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശ് മരണത്തിന് ശേഷം 3 നാൾ കഴിഞ്ഞിട്ട് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് വന്നു. അങ്ങനെ പുനരുത്ഥാന ശരീരത്തോടെ ആയിരിക്കുന്ന യേശു ക്രിസ്തു ശിഷ്യന്മാർക്ക് വേണ്ടി കടൽക്കരയിൽ കാത്തു നിൽക്കുന്നു. ഇന്നത്തെ മെസ്സേജിൽ ഞാൻ ഉറപ്പ് പറയുന്നു, ഈ ദൈവവചനത്തിൻ്റെ സന്ദേശം നിങ്ങളുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യും. ആമേൻ. പത്രോസിനെ കുറിച്ചുള്ള വേദഭാഗം നമ്മുടെ വായിക്കുന്നത് 7-ാമത്തെ വാക്യം. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട്, അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് ശിമോൻ പത്രോസ് കേട്ടിട്ട് തൻ നഗ്നനാകയിൽ അങ്കി അരയിൽ ചുട്ടി കടലിൽ ചാടി. ഇതൊക്കെയാണ് അവിടെ സംഭവിച്ചത്. ഇന്നത്തെ മെസ്സേജിന് ഒരു ടൈറ്റിലുണ്ട്, സ്നേഹത്തിൻ്റെ സന്ദേശത്തിന് രൂപാന്തരമുണ്ടാക്കുവാൻ കഴിയും. അതാണ് ഇന്നത്തെ ഈ ദൈവവചനത്തിൻ്റെ സന്ദേശത്തിന് പ്രത്യേക ടൈറ്റിൽ. യേശുക്രിസ്തു 20-ാം അധ്യായത്തിൽ വായിക്കുന്ന യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. യേശുവിനെ കാണാൻ ചില സ്ത്രീകൾ അവിടെ വന്നു, സുഗന്ധദ്രവ്യങ്ങളുമായി വന്നു, യേശുവിൻ്റെ ശവശരീരത്തിൽ പൂശേണ്ടതിന്. ആ സുഗന്ധദ്രവ്യങ്ങളുമായി വന്ന സ്ത്രീകൾ യേശുവിൻ്റെ ശരീരത്തിൽ പൂശുന്നതിന് മുൻപ് തന്നെ യേശു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു അവർക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. യേശുവിനെ തിരക്കി വന്ന ആ സ്ത്രീകളോട് കർത്താവ് വിളിച്ച വിളി, അവിടെ മറിയുണ്ടായിരുന്നു. പേരാ വിളിച്ചത്, മറിയേ എന്ന പേരാ വിളിച്ചത്. അപ്പോൾ ഈ സ്ത്രീകൾ യേശുവിനെ വിട്ടുപോയില്ല. അവരിപ്പോഴും യേശുവുമായിട്ടുള്ള ബന്ധം സൂക്ഷിക്കുന്നവരാണ്. യേശു ക്രിസ്തുവിനെ എങ്ങനെയെങ്കിലും കാണണം എന്ന് ഒരുപാട് ആഗ്രഹിച്ച് വന്നവരാണ്. അവരെ കർത്താവ് വിളിക്കുന്നത് മറിയേ എന്നാണ്. അവർ തിരിച്ചു വിളിച്ചു, റെസ്പോണ്ട് ചെയ്തത് റബൂനി എന്നാണ്. എന്നാൽ യേശുവിൽ നിന്നും അകന്നുപോയവർ, യേശു ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ്, ലോകത്തെ മുഴുവനും രക്ഷിക്കാൻ വേണ്ടി പ്രേഷിത ദൗത്യം കൈമാറിയ കർത്താവായ യേശു ക്രിസ്തു, ആ കൈമാറ്റപ്പെട്ട ശിഷ്യന്മാർ, യേശുവിനോടൊപ്പം സഞ്ചരിച്ചിരുന്ന അവർ യേശുവിനെ എന്നേക്കുമായി വിട്ടുപോകുന്നു. അവർക്കിനി ശുശ്രൂഷയേക്കാൾ വലുത് അവരുടെ ഉപജീവനമാണ്. അവർക്ക് കർത്താവിൻ്റെ വേലയേക്കാൾ വലുത് അവരുടെ ഉപജീവനമാണ്. കാരണം ഇപ്പോൾ ഫിസിക്കലി അവർക്ക് യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യമില്ല. നിരാശ കൊണ്ട് അവർ അവരുടെ പഴയ ജോലിക്കായി അവർ പുറപ്പെട്ടു കഴിഞ്ഞു. ഇവിടെ യേശു തിരക്കുന്നത് അങ്ങനെ യേശുവിനെ വിട്ടുപോയ അവരെയാണ് യേശു വിളിക്കുന്നത്. നാം ഇങ്ങനെ കാണുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 5-ാം വാക്യത്തിൽ യേശു അവരോട്,
കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? ഈ രണ്ട് ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. കൂടെ നിന്നവരെ പേര് വിളിച്ചു, പക്ഷെ തന്നിൽ നിന്നും അകന്നു പോയവരെയോ കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കുന്നു. ആ ഭാഗം ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. കൂടെയുള്ളവരെ തള്ളിക്കളഞ്ഞില്ല, കൂടെയുള്ളവർക്ക് പ്രാധാന്യമുണ്ട്, പക്ഷെ കൂടെയുള്ളവരെ യേശു വിളിച്ച വിളി മറിയെ പേരാ വിളിച്ചത്. പക്ഷെ തന്നെ വിട്ടുപോയവരെ വിളിച്ചതോ? നമ്മളൊക്കെ നേരെ തിരിച്ച അല്ലേ? കൂടെ നിൽക്കുന്നതിനെ കുഞ്ഞേന്നും വിളിക്കും, വിട്ടുപോയാൽ പിന്നെ ബ്രദറേന്നായി, വിട്ടുപോയി ദൂരെ പോയാൽ പേരായി, പിന്നെ അതുകൂടെ വിളിക്കത്തില്ല. ഇതാണ് സാധാരണ മനുഷ്യരൊക്കെ ചെയ്യുന്നത്. ഈ സാധാരണ മനുഷ്യർ ചെയ്യുന്നതാണ് എൻ്റെ യേശു ചെയ്യാത്തത്. സാധാരണയായ മനുഷ്യർ എന്തെല്ലാം ചെയ്യുമോ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു ചെയ്യുന്നത്. തന്നെ വിട്ടുപോയ ശിഷ്യന്മാർ, പിന്മാറ്റത്തിലേക്ക് വിട്ടുപോയവർ, ദൗത്യത്തിൽ നിന്നും പിന്തിരിഞ്ഞവർ, അവരെ കർത്താവ് വിളിക്കുകയാണ് കുഞ്ഞേ. ആർദ്രതയോടെ, മനസ്സലിവോടെ, സ്നേഹത്തോടെ യേശു വിളിക്കുക, കുഞ്ഞേ. കൂട്ടുവാൻ വല്ലതുമുണ്ടോ? ഞാൻ ഈ വേദഭാഗം ചില വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചപ്പോൾ എൻ്റെ ധാരണ ഇപ്രകാരമായിരുന്നു. നിങ്ങൾ മീൻ പിടിക്കാൻ പോയതല്ലേ, എന്തെങ്കിലും ഉണ്ടോ എനിക്ക് കഴിക്കാൻ? ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ, ലെറ്റ് മീ ഹാവ് ഫുഡ്, ഞാനത് കഴിക്കട്ടെ. അതായത് യേശുവിന് കഴിക്കാൻ വേണ്ടി ആഹാരം ചോദിച്ചതുപോലെ ഇരിക്കും. കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചാൽ. പക്ഷെ അത് പരിഭാഷയിൽ ചെറിയൊരു പ്രശ്നമാണ്. കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചാൽ യേശുവിന് വേണ്ടിയല്ല ചോദിച്ചത്. യേശുവിൻ്റെ ചോദ്യം അവർക്ക് വേണ്ടിയാണ്. ഇന്നത്തെ മെസ്സേജ് യേശുവിന് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയാ. ഈ ശാന്തമായ ദൈവവചനം ചില ഹൃദയങ്ങളെ തൊടും എന്ന് ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഇവിടെ നാം വായിക്കുന്നു, ശിഷ്യന്മാരോട് ചോദിക്കുന്നത് കൂട്ടുവാൻ വല്ലതുമുണ്ടോ? അതിന് ശരിയായ രീതി ഇങ്ങനെയാണ്: കുഞ്ഞേ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ, നിങ്ങൾ എന്നെ വിട്ടു പോയി, പോയ വഴിയിൽ വല്ലത് നിങ്ങൾ കഴിച്ചോ? നിങ്ങൾക്ക് കഴിക്കാൻ വല്ലതും ഉണ്ടോ? ദൈവിക പദ്ധതിയിൽ നിന്നും റൂട്ട് മാറി, ദൈവത്തിൻ്റെ ഉദ്ദേശ്യത്തിൽ നിന്നും അവർ വഴിതെറ്റി മാറി. കടുത്ത നിരാശയോടെ അവർ മത്സ്യബന്ധനത്തിന് വേണ്ടി പോകുമ്പോൾ ലോകം പുറമേയുള്ള കാര്യങ്ങൾ മാത്രം കണ്ട് വിധി എഴുതുമ്പോൾ അവരുടെ തകർന്നു പോയ ഹൃദയത്തെ കാണാൻ കഴിവുള്ള കർത്താവായ യേശു ക്രിസ്തു അവരെ വിധിച്ചില്ല, അവരെ കുറ്റപ്പെടുത്തിയില്ല, അവരെ വിമർശിച്ചില്ല. ഹല്ലേലൂയ. അവരെ കളിയാക്കിയില്ല. യേശു അവരോട് ചോദിക്കുന്നത്, കുഞ്ഞേ, നീ എന്നിൽ നിന്നും പോയ സമയം മുതൽ എൻ്റെ കൺസേൺ നിങ്ങളെക്കുറിച്ചായിരുന്നു. ഇതേ സംഭവം മറ്റൊരിടത്ത് നാം വായിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിൽ 1-2 ഇടങ്ങളിൽ യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് എന്ന് യേശു പറഞ്ഞു. പക്ഷേ യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായത്തിൽ യേശുവിൻ്റെ ഹൃദയം നൊന്ത് കലങ്ങി എന്ന് വായിക്കുന്നു. എന്താ കാര്യം എന്നറിയാമോ? യേശുവിൻ്റെ ഉള്ളം കലക്കപ്പെട്ട
2 സന്ദർഭങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. ഒന്ന്, ഇസ്കരിയോത്ത യൂദ യേശുവിനെ കാണിച്ചു കൊടുപ്പാനിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ യേശുവിനെ ഉള്ളം നൊന്തു കലങ്ങി. 2, തനിക്ക് പ്രിയനായ പ്രിയരായ ലാസർ മരിച്ചു. ആ വേദനയിൽ യേശുവിനെ ഉള്ളം നൊന്തു കലങ്ങി. നിങ്ങൾ യേശുവിന് പ്രിയരാ. പ്രിയരെ, നിങ്ങൾ യേശുവിന് പ്രിയരാ. നിങ്ങൾക്കൊരു വേദന വരുമ്പോൾ, നിങ്ങൾക്കൊരു വീഴ്ച വരുമ്പോൾ, നിനക്കൊരു ഫെയിലിയർ വരുമ്പോൾ, ലോകം നിന്നെ വിമർശിക്കാം, ക്രിട്ടിസൈസ് ചെയ്യാം. The worldly people may blame you like a culprit. ഒരു കുറ്റവാളിയെ പോലെ നിന്നെ കുറ്റം വിധിക്കാം. യാഥാർത്ഥ്യം തിരിച്ചറിയാതെ അവർ നിന്നെ വേദനിപ്പിക്കാൻ ശ്രമിക്കും. ഹല്ലേലൂയ. എന്നാൽ ലോകം പറയുന്നതിനോട് ചേർന്ന് ഏറ്റുപാടുന്നവനല്ല കർത്താവായ യേശു ക്രിസ്തു. താൻ പ്രിയം വെച്ച ലാസർ മരിക്കുമ്പോൾ യേശുവിന് ഉള്ളം നൊന്തു കലങ്ങി. 2, തന്നിൽ നിന്നും അകന്നു പോകുന്ന ഇസ്കരിയോത്ത യൂദായെ കണ്ടിട്ട് യേശുവിന് ഉള്ളം നൊന്തു കലങ്ങി. യേശുവിന് പ്രിയരായവരിൽ വേദനയുടെ സംഭവങ്ങൾ നടന്നാൽ അവനതിനെ കൊട്ടിഘോഷിക്കാറില്ല. യേശു അവൻ്റെ അടുക്കലേക്ക് എത്തുന്നു. പ്രൈസ് ദ ലോർഡ്. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, കർത്താവായ യേശു ക്രിസ്തു ആമേൻ ഹല്ലേലൂയ തന്നിൽ നകന്നു പോകുന്ന ശിഷ്യന്മാരെ കണ്ടു. അവൻ ചോദിക്കുന്നത്, നീ പോയ വഴിയിൽ വല്ലതും കഴിച്ചോ? ഒരു പക്ഷേ മറ്റ് ചില കമൻറ്റുകൾ സാധാരണ ആളുകൾക്ക് പറയുവാനുണ്ട്. നിങ്ങളെല്ലാം യേശുവിനെ വിട്ടിട്ട് പോയിട്ടല്ലയോ മീൻ പിടിക്കാൻ പോയിട്ട് ഒന്നിനെ പോലും കിട്ടാഞ്ഞത്? നിങ്ങൾ യോഗത്തിന് വരാഞ്ഞിട്ടല്ലേ അപകടം പറ്റിയേ? ഉപവാസ പ്രാർത്ഥന കട്ട് ചെയ്തുകൊണ്ടല്ലയോ കെടുതി വന്നത്? ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങപ്പെട്ടവരാണ് ലോകം. പലരും വിമർശിക്കാം, പലരും കുറ്റപ്പെടുത്താം, പലരും ആക്ഷേപിക്കാം. പക്ഷെ ഇന്നത്തെ ഒരു ശക്തമായ ദൈവവചനത്തിന് സന്ദേശം എൻ്റെ ആത്മാവിൽ കൈമാറട്ടെ. ലോകം കാണുന്ന കണ്ണിലൂടെയല്ല യേശു ബ്രദറെ സിസ്റ്ററെ നിങ്ങളെ കാണുന്നത്. ലോകത്തിൻ്റെ കമൻ്റ് അല്ല യേശുവിന് നിങ്ങളെക്കുറിച്ചുള്ള കമൻ്റ്. പ്രൈസ് ദ ലോർഡ്. പത്രോസേ, യോഹന്നാനെ, കൂടെയുള്ള മറ്റ് ശിഷ്യന്മാരെ, തോമസേ, ഇവരെയൊക്കെ പേര് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ വിട്ടു പോയ സമയം മുതൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. നിങ്ങൾ പോയ വഴിയിൽ വല്ലതും കഴിച്ചോ? എന്നെ വിട്ടു പോയില്ലേ? എന്നെ വിട്ടു പോയ സമയം മുതൽ I was waiting for you. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. നിങ്ങൾ വല്ലതും കഴിച്ചോ? ഇതാണ് അവർ യേശു ക്രിസ്തു ചോദിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. നീ എത്ര സഭായോഗം മുടക്കി, നീ എത്ര പ്രാർത്ഥന മുടക്കി, നീ ദൈവവചനം കേൾക്കുന്നത് മുഴുവൻ നിർത്തി, ആളുകളോടുള്ള സംസർഗം നീ നിർത്തി. ലോകത്തിലെ ആരും അറിയാതെ നിരാശയാണ് ഇപ്പോൾ നിനക്കുള്ളത്. നിന്നെക്കുറിച്ച് ഒരു ദൈവത്തിന് പ്ലാൻ ഉണ്ട്. ആമേൻ. യോഹന്നാനെ, പത്രോസേ, മറ്റേ ശിഷ്യന്മാരെ, നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാന് ലോകത്തെ കീഴ്മേൽ മറിക്കാനാ. പക്ഷെ ഇവരുടെ മറുപടി എന്താ? ഒത്തിരി പ്രവചനങ്ങൾ എൻ്റെ മേലുണ്ട്, ഒത്തിരി വാഗ്ദാനങ്ങൾ എൻ്റെ മേലുണ്ട്. പക്ഷേ എൻ്റെ കറണ്ട് സിറ്റുവേഷൻ, ഇപ്പോഴത്തെ എൻ്റെ പരിതസ്ഥിതി, ഇപ്പോഴത്തെ എൻ്റെ ജീവിത സാഹചര്യം എനിക്ക് ജീവിക്കാൻ പറ്റാത്തതാ. ഒരു ചുവട് പോലും എനിക്ക് മുൻപോട്ട് വയ്ക്കാൻ പറ്റുകയില്ല.
ഒരിക്കൽ കർത്താവിന് വേണ്ടി ധീരതയോടെ നിന്നതിന് ശേഷം ആരോടോ ദൈവാത്മാവ് ചില പ്രവചന ദൂതുപോലെ കൈമാറുകയാണ്. നിരന്തരം ദൈവസഭയ്ക്ക് വേണ്ടി നിന്ന വ്യക്തി, കർത്താവിന് വേണ്ടി ഒരുപാട് ചിലവഴിച്ച നീയ, ഹല്ലേലൂയ, എവിടെയോ ഫെയിലിയർ നീ ഏറ്റുവാങ്ങി, എവിടെയോ തോൽവി നീ ഏറ്റുവാങ്ങി. പ്രൈസ് ഗോഡ്, ആമേൻ. എന്നാൽ ഇന്ന് ഈ സമയം നിന്നെ വിമർശിക്കുന്ന സന്ദേശമല്ല ഇത്, നിന്നെ കുറ്റപ്പെടുത്തുന്ന സന്ദേശമല്ല ഇത്. യേശുവിൻ്റെ കയ്യിൽ, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, there is a blanket of love. ഒരു സ്നേഹത്തിൻ്റെ പുതപ്പ് അവൻ്റെ കയ്യിലുണ്ട്. ഇത് നിന്നെ കുറ്റപ്പെടുത്തി വലിച്ചു കീറുന്ന സന്ദേശമല്ല. സ്നേഹത്തിൻ്റെ പുതപ്പ് കൊണ്ട് നിന്നെ മൂടുന്ന ആ യേശുവിൻ്റെ ശബ്ദം ഇന്ന് നിന്റെ മേൽ മുഴങ്ങുകയാ. സഹോദരി, are you okay? സഹോദര, are you okay? കുഞ്ഞേ, are you okay? ഇതാണ് യേശു ചോദിക്കുന്നത്. Praise the Lord. നീ പോയ വഴി നീ വല്ലതും കഴിച്ചോ? Are you okay now? Amen. ആരും ചോദിക്കാത്തൊരു ചോദ്യം യേശു ഇവിടെ ചോദിക്കുകയാണ്. Praise the Lord. Hallelujah. അവർ പറഞ്ഞു, ഇല്ല കർത്താവേ, വേണമെങ്കിൽ നാട്ടുകാർക്കും നിന്റെ സഭയിലെ പാസ്റ്ററോ അല്ലെങ്കിൽ നിനക്ക് വേണ്ടപ്പെട്ടവരോ പലരും നിന്നെ കുറ്റം പറയും. നീ പഴയ പണിക്ക് പോയിട്ട് കിട്ടിയ അനുഭവങ്ങൾ അനുഭവിച്ചോ? ബ്ലെയിമിങ്, ക്രിറ്റിസൈസിങ്, അഡ്വൈസിങ്, ജഡ്ജിങ്. ഓ ഹല്ലേലൂയ. സഭാ കമ്മിറ്റിക്കാരും സെൻട്രൽ പാസ്റ്റർമാരൊന്നും വെറുതെ വിടത്തില്ല. ആമേൻ. പ്രസംഗത്തിലൊക്കെ വലിച്ച് കീറിക്കളയും നിങ്ങളെ. പക്ഷെ കർത്താവ് യേശു ക്രിസ്തുവിന് അതിനിവിടെ നേരമില്ല. കാരണം മനുഷ്യൻ കാണാത്തൊരു ദർശനം നിന്നെ കണ്ടിട്ടുണ്ട് ദൈവത്തിന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ലോകം നിന്റെ നെഗറ്റീവ് മാത്രം എടുത്ത് ഹൈലൈറ്റ് ചെയ്യും. പത്രോസിൻ്റെ ജീവിതത്തിലെ ഫെയിലിയേഴ്സിനെ ഹൈലൈറ്റ് ചെയ്തത് എത്ര ഉണ്ട്? മഹാപുരോഹിതന്റെ ദാസനായ മൽക്കോസിനെ കാത് വെട്ടിയവനല്ലേ ഇവൻ? യെസ്, ഈ പത്രോസാണല്ലോ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെടുന്നതിന് വിരോധമായിട്ട് ഇവൻ അഭിപ്രായ പ്രകടനം നടത്തിയത്. യെസ്. കാറ്റ് കണ്ട് പേടിച്ചില്ലേ? യെസ്. ഏറ്റവും ക്രൂരമായ ഒന്ന്, യേശു ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞില്ലേ? തള്ളിപ്പറഞ്ഞു. ഇംഗ്ലീഷിൽ ഡിനൈൽ എന്നാ, പക്ഷേ വെറും ഡിനൈൽ എന്നല്ല. ശരിയായ ഭാഷാന്തരം യേശുവിനെ ശപിക്കാൻ തുടങ്ങി. He cursed Jesus. മലയാളത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവൻ പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. യേശുവിനെ തള്ളിപ്പറഞ്ഞു. ഇനി അവസാനം വന്നപ്പോഴോ, ഇനി ഞാൻ സുവിശേഷ വേലയ്ക്കില്ല, ഇനി ഞാൻ പ്രാർത്ഥനയ്ക്കില്ല എന്നും പറഞ്ഞ് പഴയ പടകം വലയുമെടുത്ത് അവൻ പഴയ ജോലിക്കായി പോയി. നമുക്കിങ്ങനെ 1, 2, 3 ഇഷ്ടം പോലെ പത്രോസിൻ്റെ നെഗറ്റീവ് ഉയർത്താൻ പറ്റും. ഇത് മനുഷ്യൻ ചെയ്യുന്നതാ. നിന്റെ പ്രിയപ്പെട്ടവരായിരിക്കും ചെയ്യുന്നത്, നിനക്ക് വേണ്ടപ്പെട്ടവരായിരിക്കും ചെയ്യുന്നത്. പക്ഷേ നിന്നെക്കുറിച്ചുള്ള വെളിപ്പാട് അവർക്കില്ല, നിന്നെക്കുറിച്ചുള്ള പ്രവചനം അവർക്കില്ല. നിന്നെക്കുറിച്ചുള്ള വെളിപ്പാട് അത് യേശുവിന് മാത്രമേ ഉള്ളൂ. നിന്നെക്കുറിച്ചുള്ളൊരു ദർശനം ലോകത്തിനില്ല, അത് യേശുവിന് മാത്രമേ ഉള്ളൂ. ആമേൻ. പ്രിയ ദൈവമൈതലേ, നിന്നെക്കുറിച്ചൊരു വെളിപ്പാട് ഇവിടെ കൈമാറാൻ പോകുകയാ. പ്രാർത്ഥനയിൽ ആമേൻ പ്രാർത്ഥനയിൽ നിന്ന് വിട്ടുപോയ നീയ, ദൈവവചനത്തിൽ നിന്ന് വിട്ടുപോയ നീയ, നിന്നെക്കുറിച്ച് യേശു പറയുന്നത്, വന്ന് എൻ്റെ ആടുകളെ പാലിക്കാം. ബറിയോന ശിമോനെ, നീ ഇതിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. ബറിയോന ശിമോനെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. I love you so much. I love you so much. ഞാൻ നിന്നെ അധികമായി സ്നേഹിക്കുന്നു ശിമോനെ.
ഡു യു ലവ് മീ മോർ ദാൻ ദീസ്? മോർ ദാൻ ദീസ് ഒത്തിരി കാര്യങ്ങളുണ്ട്. മോർ ദാൻ യുവർ ബോട്ട്, മോർ ദാൻ യുവർ നെറ്റ്, മോർ ദാൻ യുവർ കരിയർ. നിങ്ങൾക്ക് യേശുവിനെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? ആ ഗൊൽഗോഥയിലെ ക്രൂശിൽ അവസാനത്തെ തുള്ളി രക്തം വരെ എനിക്കും നിങ്ങൾക്ക് വേണ്ടി ഊറ്റി തന്ന, അവന്റെ സ്നേഹം നമുക്ക് വേണ്ടി തന്ന ആ യേശുവിനെ ഇന്ന് നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റുമോ? നിങ്ങൾ എത്ര തെറ്റ് ചെയ്തിട്ടും ശിക്ഷ വിധിക്കാതെ, കുറ്റം വിധിക്കാതെ നിനക്ക് വേണ്ടുന്നതെല്ലാം ചെയ്യുന്ന ആ യേശുവിനെ, my beloveds, are you ready to love Jesus Christ right now? യേശു നിന്നെ ഇന്നും തെറ്റുകാരിയായിട്ടോ മോശക്കാരനായിട്ടോ കുറ്റവാളിയായിട്ടോ അല്ല കാണുന്നത്. സ്നേഹത്തിന് പുതപ്പുമായി അവൻ നിന്റെ അടുക്കലേക്ക് വരികയാ. കം ബാക്ക്, മടങ്ങി വരിക, മടങ്ങി വരിക, ദൈവിക പദ്ധതിയിലേക്ക് മടങ്ങി വരിക. Praise God. വെറും ഒരു തിയറിക്കൽ മെസ്സേജ് മാത്രമായിരുന്നില്ല. There was an action of love we see in the same chapter. സ്നേഹത്തിൻ്റെ ഒരു പ്രവൃത്തി അവിടെ കാണുന്നു. വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു അവിടെ ചെയ്തത്. യേശു അവരോട്, ആമേൻ, അതിൻ്റെ 8-ാം വാക്യം ഞാൻ 8-9 ഞാൻ വായിക്കട്ടെ. ശേഷം ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിൽ അധികം ദൂരത്തല്ലായകയാൽ മീൻ നിറഞ്ഞ വല ഇഴച്ചും കൊണ്ട് ചെറിയ പടകിൽ വന്നു. 9-ാം വാക്യം, കരക്കിറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. ശിഷ്യന്മാർ കൊണ്ടുവന്ന മീനല്ല ഇവർ കൊടുത്തത്, യേശു കൊടുത്തത്. ശിഷ്യന്മാരുടെ പക്കൽ ആഹാരമില്ല, അതല്ല യേശു കൊടുത്തത്. അവർ പടകിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കണ്ടത്, there was a prepared food, cooked food. തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന ഭക്ഷണത്തെ അവർ കണ്ടു കഴിഞ്ഞു. നീ ഈ ആഹാരത്തിന് വേണ്ടി അല്ലയോ കടലിൽ പോയത്? നീ ഒരു റൊട്ടിക്ക് വേണ്ടി അല്ലയോ നീ കടലിൽ പോയത്? അതിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ട് വേണം റൊട്ടി വാങ്ങാൻ. അവിടുന്ന് ഹല്ലേലൂയ കിട്ടുന്ന മത്സ്യം കൊണ്ട് വേണം നിനക്ക് ഭക്ഷണം കഴിക്കാൻ. നീ എന്തിനു വേണ്ടി പോയോ? അത് നിനക്ക് വേണ്ടി ഇവിടെ യേശു ഒരുക്കി വെച്ച് കഴിഞ്ഞു. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങളെ രൂപാന്തരപ്പെടുത്താൻ പോകുകയാ. നീ എന്തിനു വേണ്ടിയാണോ പാടുപെടുന്നത്? നീ എന്തിനു വേണ്ടിയാണോ കരഞ്ഞത്? നീ എന്തിനു വേണ്ടിയാണോ ഇറങ്ങിപ്പോയത്? അത് യേശു ഇവിടെ ഒരുക്കി വെച്ചിരിക്കുകയാ. നിങ്ങളുടെ ലൈഫിൽ നഷ്ടപ്പെട്ടത് അത് ധനമായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആകട്ടെ, അതിനെ മടക്കിത്തരാൻ കഴിവുള്ള യേശു നിന്നെ വിളിക്കുകയാ. കുഞ്ഞേ, നീ കഴിച്ചോ? കുഞ്ഞേ, നീ വല്ലതും കഴിച്ചോ? എന്തിനു വേണ്ടിയ ഈ ചോദ്യം? ഇത് കഴിയുമ്പോൾ നിന്റെ മേൽ ഒരു വലിയ ദൗത്യം യേശുവിനെ ഏൽപ്പിക്കാനുണ്ട്. ആമേൻ. You are going to receive a wonderful, great, mission from Jesus Christ. Hallelujah. ഹല്ലേലൂയ. ഒരു കുടുംബത്തെ പുലർത്തുവാൻ, ഒരു കുടുംബത്തിന് വേണ്ടുന്ന ആഹാരം ഫീഡ് ചെയ്യുവാൻ, ഹല്ലേലൂയ, പത്രോസ് ഇറങ്ങിപ്പോയി. പക്ഷേ അവനെ ദൈവം ഏൽപ്പിച്ചത് ഒരു കുടുംബത്തെ മാത്രമല്ല, എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അവന്റെ മേൽ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഇതാ വലിയ സംഭവങ്ങൾ നടക്കുകയാണ്. ഒറ്റ ദിവസം അവൻ 3000 പേരെ സ്നാനപ്പെടുത്തുകയാ. 4-ാം അധ്യായത്തിൽ ഹല്ലേലൂയ കോടതി വരാന്തയിലും യേശുവിനെ ഉച്ചൈസ്തരം ഉദ്ഘോഷിക്കുകയാണ്. ദൈവം അവനെ ഉയർത്തി മാനിക്കാൻ പദ്ധതിയിട്ടു. ഇന്ന് ഈ വചനം കേൾക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ അടുത്ത ദൂതുകൾ ഞാൻ കൈമാറുകയാ. എവിടെയോ പ്രാർത്ഥനയിൽ മടുത്ത, ദൈവസന്നിധിയിൽ മടുത്തിട്ട്, കാരണം എന്ത്?
നിന്റെ വിദ്യാഭ്യാസം നടക്കുന്നില്ല, ഒന്നുകിൽ നിങ്ങളുടെ തലമുറയുടെ വിവാഹം നടക്കുന്നില്ല, അല്ലെങ്കിൽ ഭവനത്തിന് പണി നടക്കുന്നില്ല, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ നിന്റെ തകർന്നു പോയ ബിസിനസ്, തകർന്നു പോയ കുടുംബ ബന്ധങ്ങൾ, ഇനി മുൻപോട്ട് ജീവിക്കാൻ നിനക്ക് സാധ്യമല്ല. ഇതൊക്കെയായിരിക്കും നിന്നോട് പറയുന്നത്. പക്ഷേ ഈ വചനത്തിലെ സന്ദേശം നിന്നെ തൊടുകയാ. തകർന്ന ചിലത് നിന്നിലേക്ക് മടങ്ങി വരാൻ പോകുകയാ. ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പോകുകയാ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ജനത്തിനെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ തകർക്കപ്പെട്ട ഇവർ യേശുവിൻ്റെ നാമത്തിൽ അവർ പണിയപ്പെടട്ടെ. രോഗബന്ധനങ്ങൾ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവിടുന്ന് വിട്ടുമാറട്ടെ. എല്ലാ മെന്റൽ ഡിപ്രഷനും യേശുവിൻ്റെ നാമത്തിൽ അതിനെ ഞാൻ ബ്രേക്ക് ചെയ്യുകയാ. എല്ലാ ത്വക്ക് രോഗങ്ങളും ഇപ്പോൾ സൗഖ്യമാകട്ടെ. ട്യൂമറുകൾ യേശുവിൻ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ. എല്ലാ ക്യാൻസറുകളും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഓ ഹല്ലേലൂയ, ഐ ബ്രേക്ക് എവറി ഡിസോർഡർ ലൈഫ്. ഹല്ലേലൂയ. ദൈവിക സാന്നിധ്യം നിങ്ങളുടെ മേൽ വരുന്നു. ദൈവിക ഗ്ലോറി നിന്റെ മേൽ വരുന്നു. ഇന്ന് വരെ കാണാത്തൊരു ഗ്ലോറി, ഇന്ന് വരെ കാണാത്തൊരു ദൈവ മഹിമ നിന്റെ ലൈഫിലേക്ക് ഹോളി സ്പിരിറ്റ് തരികയാണ്. കർത്താവ് നിനക്കൊരു മിഷൻ തരികയാണ്. ചില ദേശങ്ങളെ ഓ ഹല്ലേലൂയ ദൈവിക വെളിച്ചം പരത്തുവാൻ, ചില രാജ്യങ്ങളെ ഭരിക്കുവാൻ, ദൈവിക ശുശ്രൂഷയുമായി കടന്നു ചെല്ലുവാൻ, കുരുടന്മാർക്ക് കാഴ്ച കൊടുപ്പാൻ, ഓ ഹല്ലേലൂയ സുവിശേഷം പ്രസംഗിക്കുവാൻ, വലിയ ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ വെളിപ്പെടുത്താൻ പരിശുദ്ധാത്മ നിങ്ങളെ അഭിഷേകം ചെയ്യുന്നു. അതിനായിട്ട് വിട്ടുകൊടുത്താട്ടെ. നിങ്ങളുടെ പരാജയത്തിൽ കിടക്കരുത്, നിങ്ങളുടെ തോൽവിയിൽ കിടക്കരുത്. പ്ലീസ് ഷുഡ് നോട്ട് കണ്ടിന്യൂ ഇൻ യുവർ ഫെയിലിയർ സിറ്റുവേഷൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങളെ ഈ സന്ദേശം നിങ്ങളുടെ ലൈഫിനെ മാറ്റിമറിക്കും, നിങ്ങളുടെ സ്വഭാവത്തെ മാറ്റിയിരിക്കും. പുതിയ തലങ്ങളിലേക്ക് നിങ്ങൾ എത്താൻ പോകുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ ചോദ്യം, അതിനകത്തൊരു മിഷനുണ്ട്, അതിനകത്തൊരു ദൗത്യമുണ്ട്. ആ ദൗത്യത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് മടങ്ങിയെത്താം. യേശു ക്രിസ്തുവിലേക്ക് മടങ്ങി വരാം. നിങ്ങളുടെ ലൈഫ് സുന്ദരവും ശുഭകരവുമാകട്ടെ. ഗാഡ് ബ്ലസ് യു.